പുണ്യ റമദാൻ ആരംഭിച്ചതോടെ വിശ്വാസി സമൂഹം ശ്രേഷ്ഠമാക്കപ്പെട്ട മാസത്തിലെ പുണ്യകർമ്മങ്ങളിൽ മുഴുവൻ തുടങ്ങിയിരിക്കുകയാണ്. ഖുർആൻ അവതരണമായ പരിശുദ്ധ മാസം കൂടിയായ റമദാന്റെ ജീവിതകർമ്മങ്ങൾ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് വിശ്വാസികൾ ആചരിക്കുന്നത്. ഖുർആൻ അവതീർണമായ മാസം എന്ന നിലയിലാണ് റമദാൻ പുണ്യമാസമായി ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ഖുർആൻ പാരായണമാണ് ആത്മീയ ചര്യകളിൽ പ്രധാനപ്പെട്ട ഒന്ന്. നോമ്പുകാലത്തെ ഖുർആൻ പാരായണം മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കുവാനുള്ള അവസരമായാണ് വിശ്വാസികൾ കാണുന്നത്. അന്നപാനീയങ്ങൾ വെടിഞ്ഞുള്ള റമദാനിലെ പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ഏറെ വിശിഷ്ടമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതേണ്ടതും അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിക്കപ്പെട്ടതുമായ മാസമാണ് വിശുദ്ധ റമദാൻ. ഈ റമദാനിൽ ഖുർആൻ ഓതുന്നതിന് പ്രത്യേകം വലിയ പുണ്യവുമുണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആനികമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഖുർആനികമായ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതും അത് കേൾക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതിനും വളരെ പ്രാധാന്യം നൽകുന്നതാണ്. ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മനോഹരമായ മുഹൂർത്തമാണ് പരിശുദ്ധ റമദാൻ. മാനസിക സംസ്കരണത്തിന്റെയും വിശുദ്ധിയുടെയും പാപമോചനത്തിന്റെയും സുവർണ ദിനങ്ങളാക്കി നോമ്പുകാലത്തെ മാറ്റുന്നതിൽ ഖുർആൻ അധ്യാപനവും ഏറെ പ്രസക്തമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.